സോറി, അല്പം ലേറ്റായിപ്പോയി. ഇറ്റ്സ് ഓക്കെ. DSP ശേഖർ, ഇത് ഫാദർ ബെനഡിക്ട്, മൈ ഫ്രണ്ട്. നമുക്ക് അതോട്ടിരുന്ന് സംസാരിക്കാം. വേണമെന്നില്ല, വിൽ ഫിനിഷ് ഇറ്റ് സൂൺ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല. ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത്? ഷീ ഹാഡ് മാനിക് ഡിപ്രഷൻ. ഇങ്ങനെയുള്ളവർ ചിലപ്പോൾ ആത്മഹത്യ ടെൻഡൻസി കാണിക്കാറുണ്ട്. ഇറ്റ് റൺസ് ഇൻ ദ ഫാമിലി. അത് പാരമ്പര്യമാണോ? അങ്ങനെ പറയാൻ പറ്റൂല. അവർ 4 പേരും അടുത്ത ബന്ധുക്കളാണെങ്കിലും 3 പേരും ഡിഫറെൻറ്റ് ഫാമിലിയിൽ നിന്നുള്ളവരല്ലേ. ബട്ട് ദേ ഹാഡ് സ്ട്രോങ് കണക്ഷൻ. ഒരാളുടെ ആത്മഹത്യ മറ്റൊരാളെ സ്വാധീനിക്കുക. ഞങ്ങളതിന് ട്രാൻസ്ഫറൻസ് എന്നാണ് പറയുന്നത്. എലിസബത്ത് മാഡം തന്നെ പലതവണ എന്നോട് ആത്മഹത്യയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ അതിന് കിട്ടില്ല എന്നുള്ള മട്ടിൽ. എ സ്ട്രോങ് ഡിനയർ. അവരത് തന്നെ ചെയ്തേക്കും എന്നുള്ളതിന് സൂചനയില്ലേ അത്, അല്ലേ? ഫാദർ സൈക്കാട്രിസ്റ്റ് ആണോ? ബട്ട് ഷി വാസ് നോർമൽ. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാൾ ചെന്നൈയിൽ നിന്നും ആ കുട്ടിയും കൂടെ കൂട്ടി വരില്ലല്ലോ. യെസ്, ഷീ വാസ് നോർമൽ, കൂൾ ആൻഡ് സ്ട്രോങ്. ബട്ട് ഷീ വാസ് ഓൺ ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ്സ്. മരുന്നുകളുടെ ഡീറ്റെയിൽസ് ഞാൻ CIക്ക് കൊടുത്തിട്ടുണ്ട്. എലിസബത്ത് ദൈവവിശ്വാസിയായിരുന്നല്ലേ? ധ്യാനത്തിനൊക്കെ പോകാറുണ്ട്. എന്നിട്ടും ഒരു ഡിപ്രസ്ഡ് ആയിരുന്നു. ആത്മഹത്യ ചെയ്തു. ഇത് എലിസബത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അളവിൽ കൂടുതൽ സ്ലീപ്പിംഗ് പിൽസ് ഉണ്ടാക്കിയ വിഷാംശം, പിന്നെ വെയിൻ കട്ടിയതിൻ്റെ ബ്ലഡ് ലോസും ഇതാണ് മരണ കാരണം. ആ മുറിയിലെ വീട്ടിൽ വേറെ ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നുമില്ല. കൂടാതെ ബലപ്രയോഗം നടന്നതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. എന്താ? പരിസരത്തുള്ള എല്ലാ CCTVയും പരിശോധിച്ചു. നോ ക്ലോസ്. ഷീല തുറന്നു കയറിയ ആ വാതിലൊഴികെ ബാക്കിയെല്ലാം അകത്തുനിന്ന് പൂട്ടിയാലല്ലായിരുന്നു. ഒരു കൊലപാതകയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അത് നടക്കൂലല്ലോ. അല്ലെങ്കിൽ ആ കുട്ടി അകത്തുനിന്ന് വാതിൽ തുറക്കുകയും പിന്നെ ലോക്ക് ചെയ്യുകയും ചെയ്യണം. കിട്ടിയതിൽ വെച്ച് നോക്കുമ്പം ഇതൊരു ആത്മഹത്യയെ മാത്രമേ പരിഗണിക്കാൻ നിർവാഹമുള്ളൂ. ഇന്നലെ മോളെ ഉപദ്രവിച്ച ആളെ മോള് കണ്ടോ? ഞാൻ ആരെയും കണ്ടില്ല. മോൾ ഒച്ച വെച്ചപ്പോഴാണോ അയാൾ പോയത്? അതോ ആരെങ്കിലും മോളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തായിരിക്കോ? അത് അയാളോട് പോയി ചോദിക്കേ, എനിക്കെങ്ങനെ അറിയാനാ? അന്ന് ആ വീട്ടിലേക്ക് രാത്രി ആരെങ്കിലും വരുന്നത് അമ്മയെ കണ്ടായിരുന്നു? അമ്മയെ പലതും കാണുന്നുണ്ട്, എനിക്കറിയാം. സിസ്റ്റർ, എനിക്കൊന്ന് ഉറങ്ങണം. സോറി ഫാദർ, അമ്മയെ അങ്ങനെയാണ്. പേരൻസിൻ്റെ സ്നേഹവും കെയറും കിട്ടാത്തതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അവൾക്ക്. സിസ്റ്റർക്ക് അമ്മയോടൊരു പ്രത്യേക സ്നേഹമുണ്ടല്ലേ? ഉണ്ടെന്നും കുട്ടിക്കോളും. ഇന്നലത്തെ സംഭവത്തെപ്പറ്റി സിസ്റ്റർക്ക് എന്താണ് തോന്നുന്നത്? അത് അമ്മയെ ആയതുകൊണ്ട് അതുകൊണ്ട് അവളുടെ തോന്നലാകാം എന്നാണോ? ഇതാ അതാണ് അവളുടെ കട്ടില്. ഇത് ഈ ജനലിലെ തുരുമ്പ് തന്നെയാണ്. അപ്പോൾ അവളുടെ ഒരു തോന്നലായിരുന്നില്ല? അല്ല, കൊലപാതക ശ്രമം തന്നെയായിരുന്നു. അവൾ എന്തെങ്കിലും സംസാരിച്ചേക്കുമോ എന്ന് ഭയപ്പെടുന്ന ഒരാൾ അവളുടെ പിന്നാലെ ഉണ്ട്. ഇന്ന് ഒരു കാര്യം മനസ്സിലായി, ആലാട്ട് വീട്ടിൽ അവസാനമായിട്ട് നടന്ന മരണം ഒരു കൊലപാതകം. ഇതുവരെ സമർത്ഥമായിട്ട് നീ ആ കൊലയാളിക്ക് ആ രാത്രി ഒരു തെറ്റുപറ്റി. തെറ്റോ? അമയ ഗബ്രിയിൽ അന്ന് രാത്രി കൊലപാതകം കണ്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ മൊഴി മൂലമായിരിക്കും അവൻ ഇനി നിയമത്തിന് മുമ്പ് വരാൻ പോകുന്നത്. അമ്മയുടെ നാവിൽ നിന്ന് നമുക്കൊരു അക്ഷരം പോലും കിട്ടില്ല. പിന്നെന്താണ് ഒരു വഴി?
ഈ ഓർഫനേജിന് ചുറ്റുമുള്ള വീടുകളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ CCTV ഫുട്ടേജ് എടുക്കും. ഓക്കെ. അവൻ ഇനിയും ട്രൈ ചെയ്ത് കൂടുന്നില്ല. അതുകൊണ്ട് സാറിൻ്റെ ഒരാൾ അവളെ എപ്പോഴും വാച്ച് ചെയ്യാനുണ്ടാവും.